ഭഗവതിക്കുട്ടി, നീ അങ്ങ് വലുതായല്ലോടി. ഈ പെണ്ണുങ്ങളുടെ ഒരു വളർച്ചയെ കണ്ടു നിൽക്കെ കേറി അങ്ങോട്ട് കൊടുക്കും. സമയായിരിക്കണോ? എന്തിനാന്നറിയോ? സംബന്ധത്തിനേ. ഇവിടെ ഒരുത്തി നിപ്പുണ്ട്. എന്താണാവോ? എന്താണെന്ന് അറിയില്ലേ? എന്റെ അമ്മാളോ നീയൊന്ന് പോയിട്ട് ആ മീനൊന്ന് കഴുകി ശരിയാക്കി അടുപ്പത്ത് കയറ്റാൻ നോക്കണ്ടോ? കേറ്റു. അതിനെ ഉപ്പും മുളകൊക്കെ വേണം. കിട്ടുന്നത് കള്ളിനും കഞ്ചാവിനും കൊടുത്താ പോരാ. ഓ, ഇവിടെ ഞാൻ ആനപ്പിണ്ട വാരി വെണ്ണീറാക്കി ഈ കുടുംബത്തേക്ക് വല്ലതും കിട്ടണത് അത് നീ അറിയണ്ടോ? പാവം. അതേ, നാട് മുഴുവനും നടന്ന് സംബന്ധം നടത്തുമ്പോ ഓർക്കണം. നിനക്ക് അസൽ പ്രാന്തന്നെയാ. കാട്ടിലേക്ക് അയക്കണം. ഇങ്ങനെ കുറുമ്പ് കൂടിയാലേ എനിക്ക് ചെറുതോട്ടുണ്ടൊരു പ്രയോഗമുണ്ട്, അത് മറക്കണ്ട. എന്താണോ ഒരു ബഹളം? ആരത് താജുണി പണിക്കരോ? ഇപ്പങ്ങളൊന്നും കാണാറില്ലല്ലോ. മൂതാമൂലാളി കൂടി ഇല്ലേ? കാണും. നിഴലുള്ളപ്പോ രൂപം കാണുമല്ലോ. അപ്പഴേ മാണിയാരേ, തിരുവനന്തപുരത്ത് അമ്മയുടെ ഉത്സവമാ. അതിന് ആനയെ ഒന്ന് ഏർപ്പാട് ചെയ്യാൻ വേണ്ടി വന്നതാ. പിന്നെ ദേവസ്വത്തിൽ ചെന്നപ്പോ അന്നത്തെ ദിവസം 8 ബുക്കിംഗ്സാ കേശവൻ. അന്ന് നമുക്ക് കേശവനെ വേണ്ടാന്നും അതിനേക്കാൾ വലിയ ഒന്നിന് വാങ്ങിച്ചു നിർത്താന്നൊക്കെ പറഞ്ഞിട്ട് എന്തേ? ഞാനത് തമാശ പറഞ്ഞല്ലോ. എന്തായാലും നമുക്ക് ആനയെ ഒന്ന് ഏർപ്പാടിക്കണം. അതിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ തരാവുന്നേ. എല്ലാം നമുക്ക് ശരിയാക്കാം. ഒന്ന് പറ എന്റെ അമ്മാളൂ. അപ്പഴേ ആ ആനയുടെ അടുത്ത് മാറുന്നുള്ളൂ. അച്ഛനല്ല സമയം. താനങ്ങനെ വരട്ടാതെ. കേശവനെ എനിക്കും അറിയാം, എന്നെ കേശവനും അറിയാം. ഇത് കണ്ടോ? ഇതിരിക്കട്ടെ. വാങ്ങിച്ചോ? വേണ്ട വേണ്ട. എന്റെ സന്താനഗോപാല, അച്ഛനാരില്ലാത്ത സമയമല്ല. അച്ഛനാർ അറിയണ്ട. ഇങ്ങോട്ട് നോക്കൂ. മാണിയാർക്കും തുമ്പിക്കൈയുണ്ടോ? തമാശേ കേശവൻ. പിന്നെ കേശവ, ഞാൻ അടിയിലൊന്നും ഇട്ടിട്ടില്ല. മാനക്കേട് വരുത്തരുത്. എനിക്ക് മാനഹാനി ഉണ്ടാക്കരുത്. അയ്യോ, താൻ നോക്കി ചിരിക്കാണോ? കേശവനോട് ഒന്നും പറയണോ? കേശവൻ തമാശ കളിക്കാണ്. അയ്യോ എടോ സന്താനഗോപാലം, പിന്നെ ഒരു കാര്യം, എനിക്ക് ദേഷ്യം വരും. പിന്നെ കേശവനാണ് താനാണെന്ന് നോക്കത്തില്ല. കേശവൻ എന്തെങ്കിലും പറ്റിയെന്ന് എന്നോട് പറയരുത്. അയ്യോ അയ്യോ മതിയാരെ, താൻ നോക്കിക്കോ. കേശവന്റെ മുണ്ട് ഞാനും അടിക്കും. നോക്കിക്കോ.